ഹലോ ഫ്രണ്ട്സ്, റോയൽ സ്റ്റാർ വാട്ടർ ടെക്നോളജീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ചങ്ങനാശ്ശേരിയിൽ വാകത്താനം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നമുക്ക് ഒരു 2 സ്റ്റേജ് ഫിൽട്രേഷൻ, ഒരു സോളാർ വാട്ടർ ഹീറ്റർ, ഒരു ഗ്രൗണ്ട് ഫോഴ്സിന്റെ പ്രഷർ പമ്പ്, ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളർ, ഇത്രയും വർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹീറ്റ് പമ്പ് ഉണ്ട് കേട്ടോ. ഹീറ്റ് പമ്പ് ഒരു 3 മാസത്തിന് ശേഷമായിരിക്കും ഇവർ ആഡ് ചെയ്യുന്നത്. നമുക്ക് അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് ഹീറ്റ് പമ്പിന്റെ മാത്രമായിട്ട് നമുക്ക് ചെയ്യാം. അപ്പം ആ വർക്കും കാര്യങ്ങളുമാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. വീടിന്റെ പണി നടക്കുന്നേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് നമ്മൾ 2 സ്റ്റേജ് ഫിൽട്രേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള ആ വർക്ക് നമ്മൾ ഒറ്റ വീഡിയോ ആയിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇന്നത്തെ വർക്ക്. ഞാനും അജയും മാത്രമേ ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാവരും പല പല സൈറ്റുകളായിട്ട് തിരക്കിലാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ കൂടെ ഇന്ന് ഇപ്പൊ അജയ് ഉണ്ട്. എവിടെ അജയ്? നമ്മളിന്ന് ഫിൽട്ടർ വെച്ചിട്ട് പോകും ഇവിടുന്ന്. അപ്പൊ നമ്മൾ ഇന്ന് നിറച്ചു വെക്കുന്ന പരിപാടി ഇതാണ് കേട്ടോ. നമ്മുടെ വീട് വീടിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുവാണ്. അപ്പം നമുക്ക് വേറെ വർക്കിലേക്ക് പോവാം അല്ലെ? ഇതാണ് നമ്മുടെ ബേസ് വരുന്നത്. അവിടെയാണ് നമ്മൾ ഈ സാധനങ്ങൾ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓരോ വെസലൊക്കെ ആയിട്ട് പുറത്തെടുക്കുകയാണ്. ടാറ്റയുടെ 1248 എന്ന് പറയുന്ന മോഡലാണ് നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. 2 സ്റ്റേജ് ആണ്. ഇവിടെ നമുക്ക് റോ വാട്ടർ വരുന്നത് ഈ കിണറാണ് കേട്ടോ. ഈ കിണറും അവർക്ക് 2 സോഴ്സാണ് ഫിൽട്ടർ ചെയ്യേണ്ടത്. കിണറും മഴവെള്ള സംഭരണിയും. ഈ കിണറാണ് റോ വാട്ടർ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ മഴവെള്ള സംഭരണി ഉണ്ട്. അത് അപ്പുറത്തുനിന്ന് നമ്മുടെ റെയിൻ വാട്ടർ എല്ലാം കളക്ട് ചെയ്യുന്നുണ്ട്. ഇവര് വെള്ളം നല്ലപോലെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ ഇവിടെ ബയോഗ്യാസിന്റെ പ്ലാന്റും നമ്മുടെ ഇൻസിനേറ്ററും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഗവൺമെന്റിന്റെ ഇത് പ്രകാരം ഈ സാധനങ്ങളെല്ലാം വേണം. മേളിൽ ഇതാണ് നമ്മുടെ ലൈൻ വരുന്നത്. ഇവിടുന്നാണ് ലൈൻ കയറുന്നത്. മേളിൽ വാട്ടർ ടാങ്ക് ഉണ്ട്. അപ്പൊ അവിടുന്നാണ് നമ്മുടെ സോളാർ വാട്ടർ ഹീറ്ററും കാര്യങ്ങളെല്ലാം മേളിലാണ് ചെയ്യുന്നത്. അത് ഇന്നുണ്ടാകത്തില്ല. അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ടാണ് നമ്മളത് അടുത്ത ദിവസങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് ആദ്യം നമുക്ക് ഇതിന്റെ വർക്ക് കണ്ടിട്ട് ബാക്കി ഓരോരോ ഇതായിട്ട് നമുക്ക് കാണാം. പിന്നെ മൾട്ടിപോർട്ട് വാൽവാണിത്. നമ്മളിപ്പോ അതൊക്കെ വാൽവും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് മാറ്റാൻ പോവാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് സാൻഡ് ഫിൽട്ടർ ഫില്ല് ചെയ്യാൻ പോവാണ്. സൈലക്സ് ഇടുവാണ്. നമ്മൾ സാൻഡ് മുഴുവൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ കാർബൺ ഫില്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സൈലക്സ് നമ്മളിപ്പോൾ സാൻഡിനകത്ത് ഫില്ല് ചെയ്തത്. അടുത്ത ഇനി സൈലക്സും കാർബണും കൂടെയാണ് ഫില്ല് ചെയ്യുന്നത്. 1050ൻ്റെ കാർബണാണ്. നല്ല ബെസ്റ്റ് ക്വാളിറ്റിയുള്ള കൽപ്പകയുടെ കാർബണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്യാം. നമ്മുടെ വാകത്താനത്തെ സൈറ്റിൽ പിന്നെ എത്തിയിട്ടുണ്ട്. ഇത് സോളാറെല്ലാം ഇവിടെ വന്നിരിപ്പുണ്ട്. അജയ്, എന്താണ് ഇന്നത്തെ പരിപാടി? ഇന്നത്തെ പരിപാടി സോളാർ കയറ്റണം. മേളിൽ കയറ്റണം അല്ലേ? വിശാഖം ഉണ്ട് ഇവിടെ നമ്മുടെ ഇവിടെ. ഇപ്പം ഇവന്മാർ രണ്ടും കൂടെ ഇത് ഇപ്പം വീട് രണ്ടാമത് പെയിന്റ് ചെയ്യിപ്പിക്കാനായിട്ട് പോവുകയാണ്. ഒരച്ച് പറിക്കരുത് കേട്ടോ, നേരെ എടുത്തോണ്ട് പോ. യൂണിഫോം എവിടെയാ ചെയ്യുന്നതിന്റെ? എല്ലാരും ചോദിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം അലക്കി ഇട്ടിട്ട് എടുക്ക് ഓരോന്നിട്ട് എടുത്തു. അകത്തോടെ കൊണ്ടുപോകണം, നോക്കി സെറ്റ് ചെയ്ത് കൊണ്ടുപോവാ. അപ്പോൾ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതാണ് നമ്മുടെ ടാങ്ക് വരുന്നത്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ ലൈൻ ചെയ്ത് പ്രഷർ പമ്പാക്കി കൊടുക്കണം. അപ്പം ഇത് ഈ സാധനമാണ്. ഈ വരുന്ന PPR പൈപ്പ് ഒരെണ്ണം നമ്മുടെ ഹോട്ട് വാട്ടറിൻ്റെയും ഒരെണ്ണം പ്രഷർ ലൈനുമാണ്. ഇതിനാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ പമ്പ് വരുന്നത്. ഗ്രൗണ്ട് ഫോഴ്സിൻ്റെ CM സീരീസിലെ CM55 എന്ന് പറയുന്ന മോഡലും 6 ലിറ്റർ പ്രഷർ ടാങ്കുമാണ് വരുന്നത്. ഫിറ്റിങ്സും പൈപ്പുകളും എല്ലാം എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ സോളാർ വെക്കാൻ പോകുന്നത്. സോളാറിൻ്റെ ഏരിയ ഇതാണ്. അപ്പം സോളാറെല്ലാം ഇവിടെ റെഡിയാണ്. കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സാധനങ്ങളായിട്ട്. അപ്പോൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ബാക്കി നമുക്ക് കാണിക്കാം. നമ്മൾ നമ്മുടെ വാകത്താനത്തെ സൈറ്റിൽ വന്നേക്കാണ്. അപ്പം കുറച്ച് ദിവസമായിട്ട് ഡിലേ ആയിട്ട് വർക്കും കാര്യങ്ങളൊക്കെ നടക്കണം. ഇപ്പം മേളിൽ പണി നടക്കുന്നു. നമ്മുടെ
ഫിൽറ്ററിൻ്റെ കണക്ഷനൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് മേളിലേക്ക് വെള്ളം അടിക്കണം. ഫിൽറ്ററൊക്കെ ഓക്കെയാണ്, എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി മേളിൽ നമ്മുടെ പ്രഷർ പമ്പിൻ്റെയും സോളാറിൻ്റെയും ബാക്കി പരിപാടികൾ നടക്കുവാണ് മേളിൽ. അപ്പോൾ നമ്മൾ മേളിലോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പാലായിലെ കോട്ടയം പാലാ സൈഡിലുള്ള നമ്മുടെ വർക്കുകളൊക്കെ ചെയ്യുന്ന നമ്മുടെ ടീമാണെന്ന് ഇവിടെ പമ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവരെ നമുക്ക് പരിചയപ്പെടാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ മേളിലോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല. എല്ലായിടത്തും ഫിനിഷിംഗ് ആയി വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ ബാത്റൂമൊക്കെ ഓരോ ജാഗോറും ഗ്രോഹയൊക്കെ വെച്ചിട്ടാണ് ഇത് വരുന്നതെല്ലാം. ഹാൻഡ്സ് ഗ്രോഹയുടെ ഷവറും ഫിറ്റിങ്സും ഒക്കെയാണ്. കെറോവിറ്റിൻ്റെ വാഷ് ബേസിൻ ഇത് വരുന്നതും കെറോവിറ്റ് തന്നെയാണ്. നമുക്കിനി മേളിലേക്ക് പോയിട്ട് ബാക്കി പരിപാടി നോക്കാം. നമ്മുടെ സോളാറും സാധനമെല്ലാം ഇവിടെ ഉണ്ട്. അവിടെ ബാക്കി പണി അവിടെ നടക്കുവാണ്. അപ്പോൾ നമ്മുടെ ഫ്രെയിം ഒന്ന് സെറ്റ് ചെയ്തതിൽ കുറച്ച് വ്യത്യാസം വന്ന കാരണം ഇപ്പോൾ ഫ്രെയിമും കൂടെ ഇന്ന് വെൽഡ് ചെയ്തെല്ലാം സെറ്റ് ചെയ്യണം. അതാണ് ഇന്നത്തെ പരിപാടി. ബാക്കി നമുക്ക് നോക്കാം. ഇപ്പോൾ പെരവാസ്തുലി എടുത്തായിട്ടുണ്ട്. നമ്മൾ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ ഡിലേ ആയിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ബാക്കി പണിയെല്ലാം പൂർത്തിയാൻ. ഇപ്പോൾ ഉടനെ പെരവാസ്തുലി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമതൊന്ന് സാധനങ്ങളെല്ലാം ഓക്കെ ആണോ എന്നുള്ളത് രണ്ടാമത് ഫൈനൽ ചെക്കിന് വേണ്ടി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നമുക്ക് അകത്ത് കയറിയിട്ട് ബാക്കി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് കാണിച്ചു തരാവേ. അപ്പോൾ നമ്മൾ നമ്മുടെ വാഗത്താനത്തെ സൈറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റാണ്. ഞാൻ എല്ലാം ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്ന പ്രഷർ പമ്പ്. ഗ്രൗണ്ട് ഫോഴ്സിൻ്റെ CM55 ആൻഡ് 60 ലിറ്റർ പ്രഷർ ടാങ്കാണ്. ഒരു 6 ബാത്റൂം ഒക്കെ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പമ്പ് നമുക്ക് ആവശ്യമായിട്ട് വരും. സാധാ ഇപ്പോൾ ഒരു പ്രഷർ പമ്പ് നമ്മൾ പോയി ഒരു കടയിൽ നിന്ന് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു പെർഫോമൻസ് കിട്ടത്തില്ല. അപ്പം ഈ പമ്പ് തന്നെ മാക്സിമം 7 ബാത്റൂം 6 ബാത്റൂം അങ്ങനെയൊക്കെയുള്ള കോൺഫിഗറേഷനിൽ നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇതാണ് നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ. നമ്മളായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പമ്പ് ഏതാണെങ്കിലും നമുക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും തരാൻ സാധിക്കും. 60 ലിറ്റർ ടാങ്കാണ് കേട്ടോ. ഇതിൻ്റെ പ്ലംബിങ് വന്നിരിക്കുന്നത് സെക്ഷൻ വന്നിരിക്കുന്നത് 1.25 PVC-യിലും ഡെലിവറി പ്രഷർ ലൈൻ വന്നിരിക്കുന്നത് നമ്മുടെ PPR-ലും മറ്റേ ഇത് ടാങ്കിൻ്റെ കണക്ഷൻ വന്നിരിക്കുന്നത് CPVC-യിലുമാണ്. ഇവിടുന്ന് നമ്മൾ തന്നെയാണ് ഈ ലൈനെല്ലാം ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇതാണ് പ്രഷർ ലൈൻ വരുന്നത്. പിന്നെ സോളാറുണ്ട്. നമുക്ക് സോളാർ ലൈനിലേക്ക് ഈ പമ്പിൽ നിന്ന് തന്നെ സോളാറിൽ പ്രഷർ പമ്പിൽ നിന്ന് തന്നെയാണ് സോളാറിൻ്റെ ഔട്ട് പോകുന്നത്. പ്രഷറൈസ്ഡ് ആണ് സോളാർ. ഈ കാണുന്നതാണ് നമ്മുടെ സോളാർ വാട്ടർ ഹീറ്റർ. റാക്കോൾഡിൻ്റെ ഒമേഗ മാക്സ് എന്ന് പറയുന്ന മോഡലാണ്. 8 ബാർ പ്രഷർ താങ്ങാൻ കപ്പാസിറ്റിയുള്ള സോളാർ വാട്ടർ ഹീറ്ററാണിത്. പ്രഷറൈസ്ഡ് ആണ്. റാക്കോളിൻ്റെ 100 ലിറ്റർ പ്രഷറൈസ്ഡ് സോളാറാണ്. നോൺ പ്രഷറൈസ്ഡും വരും സോളാർ. ചൂടോളം തണുത്തോളം ഒരേ പ്രഷറിൽ പ്രഷർ പമ്പിന് താങ്ങാൻ പറ്റുന്ന രീതിയിൽ. അതായത് ആ ടാങ്ക് ഇരിക്കുന്നതിൻ്റെ ഹൈറ്റും ഈ സോളാറിൻ്റെ ടാങ്കിൻ്റെ ഹൈറ്റും നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പം ഈ ഹൈറ്റിൽ നിൽക്കുന്ന കണ്ടീഷനുകളിൽ നമുക്ക് ഇങ്ങനെയുള്ള സോളാർ വെച്ചാൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രഷറൈസ്ഡ് ആയിട്ട് കയറ്റാൻ പറ്റും. അല്ലെങ്കിൽ ഗ്രാവിറ്റി പ്രഷറിൽ ടാങ്ക് മേളിലുണ്ടാവണം, എന്നാലേ സോളാറിലേക്ക് നിറയ്ക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മളിതിൽ ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഇലക്ട്രിക്കൽ ബാക്കപ്പ് ഉണ്ട്. അതായത് മഴയുള്ള ടൈം, ചൂടില്ലാത്ത ടൈം, മഴക്കാലത്ത് നമുക്ക് സോളാർ ചൂടാകത്തില്ല വെയിൽ കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ ഇതിനകത്തൊരു കോയിലുണ്ട്. അഡീഷണൽ ഒരു കോയിൽ ആഡ് ചെയ്തിട്ട് നമ്മളൊരു ഇലക്ട്രിക്കൽ ബാക്കപ്പ് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ഈ സോളാറിൽ സെറ്റ് ചെയ്തേക്കുന്നൊരു ചൂടുണ്ട്. ആ ചൂടിൽ കുറവ് സോളാറിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നമ്മൾ ലൈൻ കൊടുത്തിരിക്കുന്ന ഈ കോയിൽ ഓണാവും. കോയിൽ ഓണായി കഴിയുമ്പോൾ സോളാർ ചൂടാകാൻ തുടങ്ങും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്ന വേറൊരു പ്രത്യേകത. പിന്നെ നമ്മൾ ഫിൽറ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെ പോയിട്ട് കാണാം. ഇപ്പോൾ നമ്മുടെ ടാങ്കിലെ വെള്ളമാണ് ഈ കാണുന്നത്. എല്ലാം ക്ലിയർ ആണ്. ഇതിന് നമ്മളൊരു ഓട്ടോമാറ്റിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഫ്ലോട്ട് താഴുമ്പോൾ വെള്ളം ഓണാവും ഓട്ടോമാറ്റിക്കായിട്ട്. ടാങ്ക് പകുതിയാകുമ്പോൾ അത് നമ്മൾ ഫുള്ളാകുമ്പോഴത്തേക്കും
ഫ്ലോട്ട് ഓഫ് ആകും. ഇങ്ങനെ പൊങ്ങി വരുന്ന കണ്ടീഷനിൽ ഫ്ലോട്ട് ഓഫ് ആകും, താഴുമ്പോൾ ഫ്ലോട്ട് ഓൺ ആവും. അതാണ് ഇവിടുത്തെ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് താഴെ പോയിട്ട് ബാക്കി കാണാം. ഇതാണ് നമ്മുടെ ഫിൽറ്റർ വന്നിരിക്കുന്നത്. 2 സ്റ്റേജ് ഫിൽട്രേഷനാണ്, സാൻഡ് ഫിൽറ്റർ ആൻഡ് കാർബൺ ഫിൽറ്റർ. നമ്മളൊന്ന് ബാക്ക് വാഷ് ചെയ്ത് നോക്കുകയാണ്. സംഭവം എല്ലാം ക്ലിയറാണ്. ഒരു യൂസ് ചെയ്ത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കൂടുതലായിട്ട് അഴുക്കും സെഡിമെൻസും ഒക്കെ വരത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. റിൻസിലേക്ക് നമ്മൾ മാറ്റുവാണ്. എല്ലാം ഓക്കെ ആയിട്ടാണ് നമുക്കിപ്പോൾ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഫിൽറ്റർ ഇട്ട് അടുത്ത നോക്കാം. അപ്പോൾ മേളിലേക്ക് പമ്പായി കയറുവാണ്. മേളിൽ ഇവിടെയും കയറുന്നുണ്ട്. മേളിൽ ഓട്ടോമാറ്റിക്കാണ്. ഇതിൽ നമ്മൾ ഓട്ടോമാറ്റിക് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ബാക്കി നോക്കാം.